പരീക്ഷിത്ത് ശ്രീമദ് ഭാഗവതം കേട്ടേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഇരുന്ന് കേട്ടേ ഉള്ളൂ. എന്തായാലും താൻ 7-ാം ദിവസം തക്ഷകൻ വന്ന് കടിച്ച് പോകും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ആ തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുൻപ് തന്നെ ആ കടിയെ ഏൽക്കാത്ത തരത്തിലുള്ള ഒരു നില കൈവരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ആസന്ന മരണൻ എന്താണ് വേണ്ടത് എന്ന് ശുകമഹർഷിയോട് ചോദിച്ചപ്പോൾ ശുകമഹർഷി മറുപടി പറഞ്ഞു. ആദ്യം ചത്ത പാമ്പിൻ്റെ ആ ജഡമെടുത്ത് ശമീക മഹർഷിയുടെ കഴുത്തിലാണ് കൊണ്ടിട്ടു. വെള്ളം കുടിക്കാൻ ചെന്നു എന്നാണ് കാരണം. അപ്പോൾ രാജാവായപ്പോൾ രാജാവിൻ്റെ പ്രഭാവവും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേക്കും എന്തായാലും എണീറ്റ് ഇത്തിരി വെള്ളം തരും എന്നൊന്ന് പ്രതീക്ഷിച്ച് കാണും. കാരണം മഹാരാജാക്കന്മാരുടെ വേണ്ടതുപോലെയുള്ള ഭരണത്തിൻ്റെ കീഴിലാണല്ലോ തപസ്വികൾക്ക് പോലും അല്ലലും അലട്ടുമില്ലാതെ തപസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ മഹാരാജാവോടൊരു കടപ്പാട് ഏത് തപസ്വിക്കും ഉണ്ടാകേണ്ടതാണെന്ന് മനസ്സിൽ ധരിച്ചു കാണും. അവിടെ ചെന്നപ്പോൾ മഹർഷി കണ്ണടച്ചിരിക്കുക, വന്നത് തന്നെ അറിഞ്ഞില്ല. അപ്പോൾ ശരീരം ജനിപ്പിച്ച ദാഹം മനസ്സിലെ ഒരു വിക്ഷോഭമായി മാറി. എന്നിട്ടോ ഇദ്ദേഹം വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ പുറപ്പെട്ടു പോയി. അപ്പോൾ അവിടെ പ്രകൃതി അസലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു ഒരു ചെത്ത പാമ്പ്. ഉടനെ വില്ലിൻ്റെ തുമ്പ് കൊണ്ട് അത് കോരിയെടുത്ത് കൊണ്ടുവന്ന് മഹർഷിയുടെ കഴുത്തിൽ മാല പോലെ ഇടാൻ ഇത്ര വലിയ മഹാപ്രഭാവനായിരിക്കുന്ന പരീക്ഷത്തിന് ഒരു കൂസലും ബുദ്ധിമുട്ടും ആലോചനയും ഒന്നും ഉണ്ടായില്ല. അവിടെ ആ പാമ്പിനെ ഒരുക്കി കൊടുത്ത പ്രകൃതിയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാറ്റിൻ്റെയും പിന്നിലെ ഈശ്വരഹസ്തങ്ങളാണല്ലോ. അത് കഴിഞ്ഞ് ഈ ശമീക മഹർഷിയുടെ മകൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ കാതിൽ ഈ വർത്തമാനം കേട്ടപ്പോൾ അവന് പെട്ടെന്ന് നല്ലൊരു ക്ഷോഭം വന്നു. പരീക്ഷിത്ത് മഹാരാജാവിന് ക്ഷോഭമുണ്ടായി എന്നുണ്ടെങ്കിൽ ആ കൊച്ചുമകനെ എത്രത്തോളം അധികമായിക്കൂടാ? എപ്പോഴും ഈ ക്ഷത്രിയന്മാർക്ക് കൈബലമുണ്ട്, ഹസ്തബലമുണ്ട്. അവരുടെ ഹസ്തബലമോ മേലെ, അതോ തപസ്വികളുടെ മനോബലമോ മേലെ എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കയ്യിലെടുത്ത് ആരായാലും 7-ാം ദിവസം ജീവനുള്ള സർപ്പം വന്ന് കടിച്ച് മരിക്കട്ടെ എന്ന് പറഞ്ഞൊരു ശാപം കൊടുത്തു.